വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങി. DMOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് മാനന്തവാടിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സുർജിത്ത്, ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ യുവതി പറയുന്നത്? ഇപ്പോൾ നമുക്ക് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും എന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിലിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ BJPയുടെ പ്രതിഷേധം കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് BJP പ്രവർത്തകരും ഈ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കനത്ത രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ 2.5 മാസത്തോളം പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ ഇത്തരത്തിൽ തുണിക്കഷ്ടം ഉണ്ടായിരുന്നത്, തുണിയുടെ ഒരു കെട്ട് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. മെഡിക്കൽ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. യുവതിയിൽ നിന്ന് വിശദാംശങ്ങൾ ആരായുന്നുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മന്ത്രി OR കേളു വിഷയത്തിൽ ഇന്നലെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണം, ഇതിന്റെ നിജസ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് മന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും ആ നടപടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതായത് ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഉണ്ടായതെന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി BJP അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. ഏത് തരത്തിലാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഒരുപാട് പ്രാവശ്യമായി വയനാട് ഈ മെഡിക്കൽ കോളേജിൽ ഇതേപോലുള്ള ചികിത്സാ പിഴവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഏക ആശ്രയ കേന്ദ്രമാണ് ഈ മെഡിക്കൽ കോളേജ്. ഇവിടെ വരുന്ന ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാതെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര തരത്തിലുള്ള ചികിത്സകൾ നൽകാതെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം. ഇത് മാറുന്നതുവരെ BJP സമരം നടത്തുമെന്ന് പറഞ്ഞു. എന്തായാലും ഇതാണ് BJPയുടെ നിലപാട്. പ്രതിഷേധം തുടരുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് BJPയും നടത്തുന്നത്. കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു, ഒപ്പം തന്നെ BJPയും പ്രതിഷേധിക്കുന്നു. അത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു അവസ്ഥയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇന്ന് രാവിലെയും യുവതി നമ്മളോട് വിശദമായി സംസാരിച്ചു. യുവതിയുടെ കുടുംബവുമാണ് വിശദമായി സംസാരിച്ചത്. ഇവർ അനുഭവിച്ച 2.5 മാസക്കാലം അനുഭവിച്ച കഴിഞ്ഞ ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് ഇവിടെ പ്രസവത്തിന് വേണ്ടി യുവതിയെ അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം 23-ന് പ്രസവം കഴിഞ്ഞ് ഇവിടെ നിന്നും പ്രസവം കഴിഞ്ഞ് മടങ്ങിയ ഘട്ടത്തിലാണ്, വീട്ടിൽ എത്തിയ ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള വേദന അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ശാരീരികമായി വലിയ അസ്വസ്ഥത ഉണ്ടായി. ഇതിനിടെ 2 തവണ മെഡിക്കൽ കോളേജിലേക്ക് അവർ വീണ്ടും എത്തി. പക്ഷേ സ്കാനിംഗ് നടത്താൻ വേണ്ടി ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ള ആക്ഷേപമാണ് വന്നത്. കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ തുണി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. തുണിയുടെ ഒരു കെട്ടാണ് പുറത്തേക്ക് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്നാണ് പരാതി നൽകിയത്. മന്ത്രി OR കേളുവിനും DMOക്കും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാർത്തയായത് ഇന്നലെ രാത്രി പ്രൈം ടൈം വിത്ത് SKNൽ 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുകയും പിന്നീട് അത് വലിയ ചർച്ചയായി വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ രൂപത്തിലേക്ക് കോൺഗ്രസും ഒപ്പം തന്നെ BJPയും എല്ലാം തന്നെ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുവതിയിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആശുപത്രി രേഖകളടക്കം വിശദമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇതെന്താണ് സംഭവിച്ചത് സംബന്ധിച്ചുള്ള നിജസ്ഥിതി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം DMOക്ക് മുമ്പാകെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. GK. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. DMOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രസവത്തിന് ശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിലാണ് DMOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി മാനന്തവാടിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.